ഓ ഞാൻ 25% എന്ന് പറഞ്ഞതാണ് ശരി തന്നെയാണ്. അതെച്ചാൽ ഒരു കൃത്യം ശതമാനം നോക്കി എന്നുള്ളതല്ല പറഞ്ഞത്. അതിൻ്റെ ഒരു ഗുഡ് സെൻസ് എടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ അതിൻ്റെ കാര്യം. അത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ ഞാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം. 25 കൃത്യമായിട്ട് ഓരോ പുസ്തകവും ഞാൻ എടുത്തിട്ട് കണക്ക് എത്ര പേജ്, 100 പേജ്, പിന്നെ അങ്ങനെ 25 പേജ് വെട്ടി മാറ്റിക്കണേ എന്നുള്ള നിലയിലല്ല ഞാൻ പറഞ്ഞത്. ഞാനീ പറഞ്ഞത് പിന്നെ ഓരോ പാഠപുസ്തകവും പരിശോധിച്ച് അതിൽ റിപ്പീറ്റേഷൻ, അതുപോലെ തന്നെ കഴിഞ്ഞ പിന്നെ ജൂനിയർ ക്ലാസ്സുകളിൽ പഠിച്ച പാഠഭാഗങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ഒരു 2 പേജിൽ നിർത്താൻ കഴിയുന്ന സംഗതി 5 പേജ് നീട്ടിക്കൊണ്ടുപോയി, അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ലേഖനങ്ങൾ എഴുതുന്ന അവസരത്തിൽ ചില ലേഖനങ്ങളുടെ 2 പേജിൽ നിർത്തുക എന്നുള്ളതിൽ 5 പേജിൽ ആവുന്നുണ്ടല്ലോ, വീണ്ടും വെട്ടിക്കുറയ്ക്കാറുണ്ടല്ലോ. അതേപോലെ അത് നമുക്ക് വെട്ടിക്കുറയ്ക്കുകയും അതിൻ്റെ ഒരു കരിക്കുലം കമ്മിറ്റി പരിശോധിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അതെ, കരിക്കുലം കമ്മിറ്റി ഒരു പ്രാവശ്യം ചേർന്ന ശേഷം ഈ പിന്നെ ബാഗുകളുടെ ഭാരത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇതാണ് ഭാരം കുറയ്ക്കണമെങ്കിൽ പുസ്തകത്തിൻ്റെ കനം കുറയ്ക്കണമല്ലോ. അപ്പോൾ അത് ഒരു റൗണ്ട് ചർച്ച ചെയ്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അടുത്ത ആഴ്ച വീണ്ടും കരിക്കുലം കമ്മിറ്റി വെച്ചേക്കുകയാണ്. കരിക്കുലം കമ്മിറ്റി പിന്നെ വന്നു കഴിഞ്ഞാലും നമുക്ക് സമയമുണ്ടല്ലോ. സമയമുള്ള സ്ഥിതിക്ക് വീണ്ടും നമ്മൾ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും അധ്യാപക സംഘടനാ നേതാക്കന്മാരുടെയും അവരുടെ എല്ലാവരുടെയും ചർച്ച ചെയ്ത ശേഷം ആയിരിക്കും നമുക്കതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നത്. അങ്ങനെയല്ല ഒരു മാറ്റം വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. പാഠപുസ്തകം എങ്ങനെയാണോ നമ്മൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങൾ നടത്തിയത്, അത്രയും നടപടിക്രമങ്ങൾ ഇതിനു വേണ്ടി. IT സബ്ജക്ട്സിലൊക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് സാധനങ്ങളാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നവരുണ്ട്. അതായത് വളരെ മുന്നോട്ട് വന്നു. ഇപ്പോഴും ജാവയും A++ ഒക്കെയാണ് ഇപ്പോഴും കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതെന്നുള്ളൊരു പറയുന്നത്. ശരി തന്നെ. ഇപ്പൊ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായി നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ കുറച്ച് റോബോട്ട് ഒക്കെ പിന്നെ കൊടുത്തല്ലോ. റോബോട്ടിക് പിന്നെ എക്യുപ്മെന്റ്സ് എല്ലാം പിന്നെ കൊടുത്ത് അവരത് പഠിപ്പിച്ചു. അതൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് അതിനെല്ലാം അധ്യാപകർക്കും കൈപ്പുസ്തകം ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് നമുക്ക് റീഅറേഞ്ച്മെന്റിനെ സംബന്ധിച്ചത് ആലോചിക്കുന്നത്. ഈ അധ്യയന വർഷത്തിൽ മാറ്റാൻ പറ്റത്തില്ല. എന്നിട്ട് ചിലർക്ക് സംശയമുണ്ട്, ഈ പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് പോയില്ലേ. ഇപ്പം 3,80,00,000 പാഠപുസ്തകങ്ങൾ നമ്മൾ 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് പ്രിന്റിങ് ശരിയായി, അടുത്ത ആഴ്ച വിതരണം ചെയ്യണത്. സ്കൂൾ തുറക്കാൻ 3 മാസം ഉള്ളപ്പോൾ സമയത്ത് തന്നെ അടുത്ത വർഷത്തേക്ക് വിതരണം ചെയ്താലും നമ്മൾ ഈ കരിക്കുലം കമ്മിറ്റിയും ബന്ധപ്പെട്ട കമ്മിറ്റികളിലും ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതിൽ നിന്ന് പാഠഭാഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സംഗതി നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ മതിയാവും. ഇന്ന 8ാം ക്ലാസ്സിലെ പിന്നെ സാമൂഹിക പാഠത്തിലെ ഇന്ന വിഷയത്തിൽ ഇന്നതില്ല, അത് പരീക്ഷയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതിൽ അങ്ങനെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല. അതാണ് അതെ. അടുത്ത കമ്മിറ്റിയിൽ അത് രണ്ടും എടുക്കുക അടുത്ത ആഴ്ച. പിന്നെ എന്തായാലും ഈ ഗവൺമെന്റിന്റെ കാലാവധിക്ക് മുമ്പ് ഇതെല്ലാം പിന്നെ പൂർത്തീകരിച്ചിട്ട് തന്നെ പോകും. ബാക്ക് ബെഞ്ചേഴ്സിന്റെ പ്രശ്നം, പാഠപുസ്തകങ്ങളുടെ കനം, പിന്നെ കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം, പിന്നെ യൂണിഫോമിനെ സംബന്ധിച്ചിടത്തോളം, 1ാം ക്ലാസ്സിൽ പിന്നെ എന്താ പറയുക പ്രവേശന പരീക്ഷ എഴുതുന്നതിനെ സംബന്ധിച്ചിടത്തോളം, അത്തരത്തിൽ ഞാൻ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പൊതുസദസ്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു കോമൺ ഉത്തരവ് കൂടെ ഇറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക.